ഈ ആവേശവും ആഘോഷവും ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കാണുമ്പോൾ നമ്മൾ കരുതും ഇത് മലബാറിലൊരു കല്യാണ വീടാണെന്ന്. പക്ഷേ ഇതല്ല. കോവിഡ് കാലത്ത് നമ്മൾ കണ്ടുമറന്ന ആ ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ എന്നൊരു സമ്പ്രദായമില്ലേ, അത് പറമ്പിൽ ബസാറിൽ കുറച്ചു പേർ ചേർന്ന് വീണ്ടും പ്രാവർത്തികമാണ്. സവാരികൾക്കിടയിൽ ഇങ്ങനെ അവരെല്ലാം ഒത്തുകൂടും, കൊതിയൂറുന്ന വിഭവങ്ങൾ തയ്യാറാക്കും. പറമ്പിൽ ബസാറിലെ ഒരു കൂട്ടം മോട്ടോർ വാഹന തൊഴിലാളികൾക്ക് ഇത് കേവലമൊരു ഒഴിവു സമയ വിനോദമല്ല. കയ്യിൽ കാശില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ആദ്യം സ്റ്റാൻഡിൽ രണ്ടുപേർ ചേർന്ന് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ തുടങ്ങി. പിന്നാലെ മറ്റുള്ളവരും അവർക്കൊപ്പം കൂടി. നിലവിൽ 50ഓളം ഓട്ടോ, ഗുഡ്സ് ഓട്ടോ ഡ്രൈവർമാരാണ് ഈ സംരംഭത്തിന് തുണയായി നിൽക്കുന്നത്. പുറമെ പോയി ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു വലിയ ചിലവേറിയ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാവരോടും ഒരു തീരുമാനമെടുത്ത് ചില്ലറ പൈസകൾ ഓരോരുത്തരോട് പിരിച്ച് മൊത്തം ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളത്. നാടൻ വിഭവങ്ങളായ കപ്പയും പുട്ടും ബീഫും ഉപ്പുമാവുമെല്ലാം ഇവിടുത്തെ രുചിയിടത്തിൽ തയ്യാറാക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് ചെലവുകൾ പങ്കുവെക്കുന്നതിനാൽ ആർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടില്ല. സാമൂഹിക അടുക്കളയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇവരുടെ പ്രവർത്തനങ്ങൾ. പറമ്പിൽ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്, രജിസ്റ്റേർഡ് ജില്ലയിൽ തന്നെ. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ആംബുലൻസ് സർവീസ് നടത്തുന്നുണ്ട്. അതേപോലെ ഫ്രീസർ സർവീസ് ഉണ്ട്. അതേപോലെ പാലിയേറ്റീവിൻ്റെ ഉപകരണങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആംബുലൻസ് നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങളും ഇവർ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ കെട്ടകാലത്ത് ഇങ്ങനെയുള്ള മാതൃകകൾ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇത്തരം കമ്മ്യൂണിറ്റി കിച്ചൺ മോഡലുകൾ നാട് മുഴുവൻ ഏറ്റെടുക്കണം എന്നാണ് ഇവരുടെ ആഗ്രഹം. അരുൺ കിഷോറിനൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.